അതെ, ഞാൻ പറയണ കേക്കുണ്ടോ? ഫോൺ. ഹലോ, വാൽപ്പാറയ്ക്കാണോ പോണേ? സൂക്ഷിച്ച് പോണം കേട്ടോ. രാത്രി ആനയൊക്കെ ഇറങ്ങണ സ്ഥലമാണ്. വളരെ സൂക്ഷിച്ച് പോണം. ആന പേടിക്കണം, അറ്റാക്ക് ചെയ്യും. പക്ഷെ എൻ്റെ അടുത്ത് നടന്നില്ല. ഞാനും വർഗീസേട്ടനും മസനഗുഡിയിൽ ഉണ്ടായിരുന്നില്ലേ ആ സമയത്ത് എനിക്ക് രാത്രി ഒരു ആഗ്രഹം, കാട് കയറാൻ. വർഗീസേട്ടനെയും കൂട്ടി. ഈ ആനയ്ക്കൊരു പ്രത്യേകതയുണ്ട്, പേടിയില്ലാത്തവരെ ആന തൊട്ടില്ല. എനിക്ക് അകലേന്നേ ഇവന്റെ മണം കിട്ടി. പക്ഷെ ഞാൻ പറഞ്ഞില്ല. എന്തിനാ വർഗീസേട്ടനെ വെറുതെ പേടിപ്പിക്കണേ? ഞങ്ങളെ കണ്ടതും അവനിങ്ങനൊരു വരവും, ഞാനിതാ ഇങ്ങനൊരു നിപ്പ. ദാ അവനിങ്ങനെ തൊട്ടില്ല എന്ന് പറഞ്ഞ നിപ്പാണ്. അതുപോലെയുള്ള സമയത്ത് കണ്ണ് വെട്ടരുത്, കണ്ണിലേക്ക് തന്നെ നോക്കണം. അവന് കാര്യം മനസ്സിലായി. അത് ചില്ലറക്കാരനല്ല, തിരിഞ്ഞൊരാറ്റ ഓട്ടാണ്. ചിരിച്ചിട്ട് ഞാൻ വർഗീസേട്ടനും ഹലോ ചേച്ചി. അയ്യോ, അടിക്കേസോ? അപ്പൊ പോലീസ് കേസാവില്ലേ? ആ ആണോ? എന്നാ ശരി ചേച്ചി, ശരി ഓക്കെ. അടിക്കേസാ? ചില അടിക്കേസ് നമ്മുടെ കയ്യിൽ നിൽക്കില്ല കേട്ടോ. അത് ഞാൻ പറഞ്ഞിട്ടില്ലേ, അന്ന് എനിക്ക് സ്വർണത്തിന്റെ പരിപാടിയുള്ള സമയത്ത് വണ്ടിയിലൊരു 10-15 കിലോ സ്വർണ്ണം ഉണ്ടാവും. ആ സമയത്ത് ഞാൻ ഈ കുതിരാന്റെ വഴിക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുക. അപ്പൊ ഒരു സ്കോർപിയോ ക്രോസ് ചെയ്ത് വണ്ടിയുടെ മുമ്പിലാ വന്നു. ആ വണ്ടിയിൽ നിന്ന് ഒരു 5-6 ആൾക്കാർ ഇങ്ങോട്ട് ഇറങ്ങി. നല്ല കട്ടകള്. എൻ്റെ കയ്യിൽ ഐറ്റം ഉണ്ടായിരുന്നു, തോക്കേ എടുത്തില്ല. അടി എന്ന് പറഞ്ഞ അമ്മാതിരി അടി. അവര് ജീവിതത്തിൽ അമ്മാതിരി അടി കൊണ്ടുണ്ടാവില്ല. ഒരുത്തനും മോകം കെട്ടി പിടിക്കും. ഇടിന്ന് വെച്ചാണല്ലോ, കട്ടടി. അവസാനം അടി കൊണ്ടിട്ട് ഇങ്ങനെ കിടക്കല്ലേ, അതിലൊരുത്തൻ ചോദിക്കണ്, ചേട്ടാ കളരിയാണോ കരാട്ടയാണോ എന്ന്. പിന്നെ ഒരു ദിവസം പള്ളിപ്പെരുന്നാളിന് ഇന്നത്തെ ഒരു സിനിമ കണ്ടിട്ട് മനുഷ്യന്റെ കിളി പോയി. എനിക്കൊരു പേടിയൊന്നുമില്ല. ഇങ്ങനത്തെ മൂവി ചെയ്യുമ്പോഴേ ഡയറക്ടർക്ക് നല്ല എക്സ്പീരിയൻസ് വേണം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക്. ഇതിലൊക്കെ എത്ര നല്ല ഉഗ്രൻ സംഭവങ്ങൾ എനിക്കറിയാൻ നേരിട്ട് അറിയാം. ഞാനൊരു ദിവസേ പൊള്ളാച്ചിന്ന് തൃശ്ശൂർക്ക് വരിക. രാത്രി ഒരു 1 മണി 2 മണി ഉണ്ടാവും. അങ്ങനെ പോവും തോറും വഴി ഇങ്ങനെ ചെറുതായി വരിക. അങ്ങനെ പോകുമ്പോ ഒരു പൊളിഞ്ഞ പാലം, റോഡാ തീർന്നു. മുന്നിലേക്ക് പോവാനും പറ്റില്ല, വണ്ടി തിരിക്കാനും പറ്റില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി. വലതുവശത്ത് ഒരു പൊളിഞ്ഞ പഴയ അമ്പലം. ആ അമ്പലത്തിന് മുമ്പിൽ ഒരു ആൽത്തറ. ആ ആൽത്തറയിൽ ഒരാൾ വെള്ള ഷർട്ടും വെള്ളം മുടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കുക. എനിക്കുണ്ടോ പേടി? ഞാൻ ആളുടെ അടുത്തേക്ക് ചെന്നു. അയാൾ എന്നോട് ചോദിക്കുക, കേരള പോറയാടാ. പിന്നെ അടുത്ത ആഴ്ച പോയപ്പോഴേ പൊള്ളാച്ചി പോയപ്പോ തേവരാണ് പറഞ്ഞത്, ആ ആലിന്റെ മുകളിൽ ഒരാൾ തൂങ്ങി വരിച്ചിട്ടുണ്ടായിരുന്നു ഒരാഴ്ച മുമ്പ്. ആളുടെ പ്രേതായിരിക്കുന്നു.